ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഡോക്ടേഴ്സിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊക്കെ ഒരു ദൈവതുല്യർ തന്നെയാണ് പലപ്പോഴും. കാരണം നമ്മൾ വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ, വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വളരെ കാരുണ്യപൂർവ്വം ഡോക്ടർ മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള നഴ്സസ്, ബാക്കിയുള്ള സ്റ്റാഫൊക്കെ ആ സമയത്ത് നമുക്ക് അവർ തരുന്ന ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പരിചരണം എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് പൈസ കൊണ്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, വാല്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഇറ്റ്സ് അമൂല്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം, കാരണം നമുക്ക് ഒരുപാട് പേടിയും വേദനയും ഒക്കെ ഉള്ള സമയത്ത് ശരിക്കും ഒരു രക്ഷകരെ പോലെ തന്നെയാണ് അവർ വരുന്നത് അല്ലേ. വളരെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ശരിക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ഡോക്ടർ. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രഗിൾ എന്തുമാത്രമാണ്, എന്തുമാത്രം സ്ട്രഗിളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിനനുസരിച്ചുള്ള ഒരു മോണിറ്ററി ബെനഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നിങ്ങൾ കുട്ടികളെല്ലാവരും MBBSന് വേണ്ടി പോകുന്നുണ്ട്. ഇതൊരു മോട്ടിവേറ്റിങ്ങോ ഡീമോട്ടിവേറ്റിങ്ങോ ആയിട്ടുള്ള വീഡിയോയേ അല്ല, ബട്ട് ഒരു റിയാലിറ്റിയാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇത് ഒന്ന് തുറന്ന് കാണിക്കുക, ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ള കാര്യം. സോ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, അത് കണ്ടിട്ട് യു ക്യാൻ ഡിസൈഡ് വെദർ ടു പ്രൊസീഡ് ഓർ നോട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ദിസ് വീഡിയോ. അപ്പം നോർമലി ഒരു ഡോക്ടർ ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളതാണ്. ഫസ്റ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഗവൺമെൻറ് ജോലി, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, സെൻട്രൽ ഗവൺമെൻറ് ആവാം, അതർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് റെയിൽവേസിൽ പോകാം, അതുപോലെ തന്നെ മിലിറ്ററിയിൽ പോകാം, അല്ലെങ്കിൽ ആർമി, അങ്ങനെയുള്ള ഡിഫൻസ് ഫീൽഡിൽ പോകാം. അങ്ങനെയുള്ള പല പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഗവൺമെൻറ് ഡോക്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതിലൊരു ഡീസൻറ്റ് സാലറി യു വിൽ ഗെറ്റ്. പക്ഷേ പുറത്തൊന്നും നമുക്ക് വേറെ പ്രൈവറ്റ് പ്രാക്ടീസസ് ഒന്നും ചെയ്യാനായിട്ടുള്ള അനുവാദമില്ല. ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരിക്കും. പേഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് ഇത്രമാത്രം ക്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സോ നമ്പർ ഓഫ് പേഷ്യൻസ് ആർ വെരി ഹൈ, ഹ്യൂജ് പേഷ്യൻസ് ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. അതേപോലെ യു വിൽ ഗെറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓൾസോ. കാരണം വളരെ റൂറൽ ഏരിയയിലൊക്കെ നമ്മൾ പോയി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു ജോലിയാണ്. പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇസ് ബിഗ്. ബട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ജോബ്സ്. പ്രൈവറ്റിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നമുക്ക് വർക്ക് ചെയ്യാം. 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആസ് എ കരിയർ, ആസ് എ ഡോക്ടർ നിങ്ങൾക്ക് പോവാം. തേർഡ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കൺസൾട്ടേഷൻ, സ്വന്തമായിട്ട് വീട്ടിലോ അല്ലെങ്കിൽ ക്ലിനിക്കോ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ പ്രാക്ടീസസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ചിലർ സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ടാവും, അതോടൊപ്പം പല പല വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മുടെ പേരൻസോ നമ്മുടെ റിലേറ്റീവ്സോ ലൈക്ക് ചേട്ടനോ വേറെ ബ്രദറിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം ചേർന്ന് ഒരു ക്ലിനിക്കോ അങ്ങനെ ലൈക്ക് നെപ്പോ കിഡ്സ് എന്ന മാതിരി തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുന്നു. നമുക്കൊരു സെറ്റപ്പ് ഓൾറെഡി ഉണ്ട്, അതിൽ ചെയ്യുന്നു. അപ്പോൾ ഇത് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്താലും ഒരു ഡോക്ടർക്ക് കിട്ടുന്ന ലൈക്ക് മെയിൻലി പ്രൈവറ്റ് പ്രാക്ടീസസ്, ഗവൺമെൻറ്റിന് നിങ്ങൾക്ക് അറിയാം, സാലറി നിങ്ങൾക്ക് അറിയാം, യു ചെക്ക്. പ്രൈവറ്റ് പ്രാക്ടീസസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് ഡോക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്. അതായത് പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് അവിടുത്തെ പഠിപ്പിക്കുന്ന ആൾ, അവരാണ് അവിടുത്തെ മെയിൻ ആൾക്കാർ. ലൈക്ക് ദേ ആർ ദ ഹീറോസ്. ബട്ട് പേരൻസ് ഒരുപാട് പൈസ സ്കൂളിന് കൊടുക്കുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ വളരെ തുച്ഛമായൊരു ഭാഗം മാത്രമാണ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അവർക്ക് വളരെ കുറച്ചാണ്. ഇതേമാതിരി തന്നെയാണ് ഡോക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാലും. നമ്മൾ ഒരുപാട് ആസ് എ പേഷ്യൻ്റ് നമ്മൾ ഒരുപാട് പൈസ ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബട്ട് ഇതിൽ എത്രമാത്രം ഒരു ഡോക്ടർക്ക് കിട്ടുന്നുണ്ട്? അവരാണ് ഡേ ആൻഡ് നൈറ്റ് എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്ത് നമ്മളെ ട്രീറ്റ് ചെയ്ത് കൊണ്ട് പുറത്തേക്ക് വരുന്നത്, നോർമലാക്കി കൊണ്ടുവരുന്നത്. ബട്ട് കൂടുതൽ, അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ഭൂരിഭാഗവും ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, AC, ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ്, റൂംസ്, പിന്നെ ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇറ്റ്സ് ഓൾസോ വെരി കോസ്റ്റ്ലി തിങ്സ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ഭാഗവും പോകുന്നത്. ഈ എടുക്കുന്ന സ്ട്രഗിളിനനുസരിച്ച് ഡോക്ടർക്ക് പൈസ കിട്ടുന്നുണ്ടോ? അവർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ്. ലൈക്ക് അവർക്ക് കൊടുക്കുന്ന എഫേർട്ട് അനുസരിച്ച്
കിട്ടുന്നില്ല, ലൈക്ക് ടീച്ചേഴ്സ് ഇൻ ദ പ്രൈവറ്റ് സ്കൂൾസ്. സോ അതാണ് അവരുടെ കണ്ടീഷൻ. പിന്നെ അങ്ങോട്ട് MBBS കഴിഞ്ഞ് വളരെ യങ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് വളരെ സാലറി ഒന്നും കിട്ടുന്നില്ല. അവർക്ക് അവരെ ആ ഒരു നില ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ഇറ്റ്സ് എ വെരി ലോങ് പ്രോസസ്സ്. എല്ലാം ഡിലേ ആകും. കാരണം 5 വർഷം നമ്മൾ MBBS ചെയ്യുന്നു. അതിൽ തന്നെ നമ്മൾ ലൈക്ക് നിങ്ങളുടെ ഹൗസ് സർജൻസി ടൈമിലാണെങ്കിൽ പോലും ഒരുപാട് നേരം ഡേ ആൻഡ് നൈറ്റ് ആ പിള്ളേരെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര സ്ട്രഗിളാണ്. കാരണം എല്ലാവരും കണ്ണാടിയൊക്കെ വെച്ച്, ഇപ്പം ഞാനും വെച്ചിട്ടുണ്ട്, കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ബാക്കൊക്കെ കുനിഞ്ഞ് എല്ലാ ഈ ഹൗസ് സർജൻസി ചെയ്യുന്ന കുട്ടികളെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. മറ്റുള്ളവർ ടെക്കീസ് കാര്യങ്ങളൊക്കെ അവർ ചാടി നടക്കുമ്പം ഇവർ ഇങ്ങനെ നടക്കുവാണ്. ഇവർക്ക് ഒരുപാട് എഫേർട്ടുണ്ട്. കാരണം ഈ നൈറ്റ് ഷിഫ്റ്റുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡെയിലി പോയിട്ട് അവർക്ക് അധികം ഉറങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ അടുത്ത ദിവസം വൈകുന്നേരം പിന്നെയും വരണം. സോ ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലാണ് അവർ നടക്കുന്നത്. സോ വെരി ടീഡിയസ് ജോബാണ്. ഇപ്പോൾ MBBS കഴിഞ്ഞാൽ മാത്രം മതിയോ? അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ജോലി അവരെ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരിക്കത്തില്ല. സോ they'll go to PG എളുപ്പം കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ചിലർ, അതായത് റേഡിയോളജിസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലാത്ത ജോലി ആയിരിക്കും. ബട്ട് അതിനുള്ള സീറ്റ്സൊക്കെ വളരെ കുറവാണ്. കൂടുതൽ പേരും എടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സീറ്റ്സ് ഈ പറഞ്ഞ പീഡിയാട്രിക് അതുപോലെ തന്നെ ബാക്കിയുള്ള മെഡിസിൻസിൻ്റെ ബാക്കിയുള്ള ഫീൽഡൊക്കെ എടുക്കുവാണെങ്കിൽ, PGക്ക് പോവുകയാണെങ്കിൽ അതിന് തന്നെ എൻട്രൻസിന് വേണ്ടി നമ്മുടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. 1 വർഷം 2 വർഷം അത് PGയുടെ എൻട്രൻസിന്, പിന്നെ PG ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാലും ഒരു യങ് ഡോക്ടർക്ക് അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്കൊരു വിലയൊക്കെ കിട്ടി നിങ്ങളൊരു നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറായി വരുമ്പോഴത്തേക്കും നിങ്ങൾ സമയം പോകുന്ന അറിയത്തില്ല. നിങ്ങളുടെ മുടിയൊക്കെ നരച്ച് ഒരു 10, 35, 36, 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് നിങ്ങളൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് നല്ല ഡോക്ടറാണ് എന്നൊക്കെ സമൂഹം പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ഒരു 10, 40, 42 വയസ്സൊക്കെ ആകും. അപ്പോഴത്തേക്ക് എല്ലാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കല്യാണം കഴിക്കണം. ഇപ്പോൾ നോർമലി ഒരു ഡോക്ടർ ആണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ മിക്കവാറും വേറൊരു ഡോക്ടറെ ആയിരിക്കും. കാരണം അവരും ഒരു പ്രൊഫഷണൽ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു ഡോക്ടറായിരിക്കും. അപ്പോൾ നല്ല കോമ്പിനേഷനൊക്കെ നല്ലതാണ്. ഒരു ഗൈനക്ക് ഒരു പീഡിയാട്രിക് കോമ്പിനേഷൻ ആണെങ്കിൽ വൈഫ് ഡെലിവറി എടുക്കുന്നു, പിന്നെ 2, 3, 5 വർഷത്തേക്ക് ഹസ്ബൻഡിന് ഈ കുട്ടിയെ നോക്കാം വെച്ചാൽ പീഡിയാട്രിക്കായിട്ട് അവരുടെ കാര്യങ്ങൾ അങ്ങനെ ആ ഒരു സൈഡിലേക്ക് അടുത്ത കുട്ടി വരുന്നു. അങ്ങനെ ഒരു കപ്പിളിനെ കിട്ടിയാൽ ഒരു 6-7 വർഷം യു വിൽ ബി അതുവരെയായിട്ട് നമുക്കങ്ങ് മുന്നോട്ട് പോകാം. സോ അങ്ങനെയൊക്കെ പറ്റും. പക്ഷേ ഇതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന, ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം നിങ്ങൾക്കൊന്ന് തല ഉയർത്തി നിൽക്കാനോ ഒക്കെ പറ്റുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ പ്രായമാകും. ആ പ്രായമാകുമ്പോൾ പിന്നെ എന്താ സംഭവിച്ചാൽ നിങ്ങൾ ബിസിയാവും, ജോലിയിൽ ബിസിയാവും. അപ്പോൾ ഒരു ക്വാളിറ്റി ലൈഫ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. അത് സംശയമാണ്. കാരണം ഇത്രയും നേരം പഠിത്തത്തിൽ നമ്മൾ എഫേർട്ട് എടുത്തു, ടൈം സ്പെൻഡ് ചെയ്തു. പലർക്കും പിന്നെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ ഒരു കണ്ടീഷൻ നമുക്കറിയാമല്ലോ. എപ്പോഴും ബ്ലഡ് അല്ലെങ്കിൽ അസുഖം അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഡേ ആൻഡ് നൈറ്റ്. ഇപ്പോൾ ഏത് ഡോക്ടറാണെങ്കിലും രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ അത്യാവശ്യമാകുമ്പം വിളിച്ചാൽ ചെല്ലേ പറ്റൂ. കാരണം വരുന്ന രോഗികൾക്ക് ഇത് ഭയങ്കര എമർജൻസിയാണ്. അവർക്കൊരു ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നത്. അതിൽ ഒരു പാനിക്. പക്ഷേ ഈ ഡോക്ടർക്ക് എന്ന് പറഞ്ഞാൽ ഇത് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ പറയും ഞാനൊന്നൊരു ചായ കുടിച്ചോട്ടെ എന്ന് പറയാനുള്ളൊരവസ്ഥ പോലും ചിലപ്പം ഈ രോഗികളുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവണമെന്നില്ല. ഞാനൊന്ന് അത്ര അത്യാവശ്യത്തിന് ഇങ്ങനെ ചോര ഒരപ്പിച്ച് വരുമ്പോഴാണോ അങ്ങേര് ചായ കുടിക്കാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു റിയാക്ഷനാണ്. അപ്പോൾ പലർക്കും ഇപ്പോൾ ആ ഒരു ഡോക്ടർ ദൈവത്തെ പോലെയാണ്, ഡോക്ടേഴ്സ് മനുഷ്യനല്ലേ. സോ ദേ ഹാവ് ഓൾസോ ദെയർ ലിമിറ്റേഷൻസ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ അവരും ദേ ഓൾസോ ബിക്കം വയലൻറ്റ്. സോ അപ്പോൾ ഇവരുടെ മൊറാൽ തന്നെ അങ്ങ് ഡൗൺ ആയി പോകും. നമ്മൾ അത്രയ്ക്കും മനസ്സിന് കട്ടിയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു മെൻ്റൽ സ്ട്രെസ്സാണ്. അപ്പോൾ ഈ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനോ സമയത്ത് കഴിക്കാനോ അതൊന്നും ആസ്വദിച്ച് കഴിക്കാനോ ഉള്ള മാനസികാവസ്ഥ പോലും പല ഡോക്ടേഴ്സിനും ഇല്ല. കാരണം ദേ ആർ വെരി സ്ട്രെസ്ഫുൾ. അപ്പോൾ അതാണ് ഈ പ്രൈവറ്റ് ഡോക്ടേഴ്സിൻ്റെ കാര്യം. പിന്നെ സ്വന്തമായി കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ കേസാണെങ്കിലും അവരിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ പേര് വന്നിരിപ്പുണ്ട് ഈ ഡോക്ടറുടെ മുന്നിൽ. പക്ഷേ ഒരാളുടെ നിന്ന് എത്ര വാങ്ങിക്കാൻ പറ്റും? കാരണം ഇതേമാതിരി ഒരുപാട് പേരുണ്ടല്ലോ. ഡോക്ടേഴ്സിന് ഇവിടെ ഇന്ത്യയിൽ ക്ഷാമമൊന്നുമില്ല. അപ്പോൾ ഒരു 500 വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ 1000 അല്ലെ 500 അല്ലെ 400 200 ആ റേഞ്ചിലൊക്കെ നമ്മൾ ഒരാളുടെ നിന്ന് വാങ്ങിച്ചാൽ പോലും ഒരു 10-20 മിനിറ്റ് ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണ്ടേ? അതും കഴിഞ്ഞ് അതും ഡോക്ടർക്ക് ഇപ്പോൾ ഒരു ദിവസം ലീവാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് കൺസൾട്ടേഷൻ ഒന്നും നടക്കത്തില്ല, അല്ലെ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ. സോ അതായിട്ടൊക്കെ നോക്കുമ്പം ഒരുമാതിരി ഒരു ദിവസം ഒരു
4,000 അങ്ങനെയൊക്കെ വെച്ചാൽ പോലും ഒരു മന്ത്ലി ഒരു 1 lakh ഒക്കെയാണ്. സോ അതിന് വേണ്ടി അവർ ഈ പറഞ്ഞ മാതിരി ഫുൾ ടൈം ഇതിന് വേണ്ടി ഇരിക്കുകയാണ്. ബാക്കിയുള്ള പ്രൊഫഷൻ പോലെ അല്ല. അതുകൊണ്ടാണ് ഈ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനെ ഭയങ്കര മഹത്തരമായിട്ട് പറയുന്നത്. കാരണം അവർ ഫിസിക്കലി ചെയ്യണം. ആസ് ആൻ എഞ്ചിനീയർ നമുക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പണിക്കാരോട് പറഞ്ഞാൽ മതി, എടാ നീ കട്ട എടുത്ത് ഇങ്ങനെ കെട്ടി, എനിക്ക് ഫൈനൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ആവശ്യം നമുക്ക്, അല്ലെങ്കിൽ കമ്പി ഇങ്ങനെ ഇട്ടാൽ മതി. നമുക്ക് ഫിസിക്കലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവരെ നമ്മുടെ കീഴിൽ കുറേ വർക്കേഴ്സ് ഉണ്ട്, കുറേ പണിക്കാരുണ്ട്, അല്ലെങ്കിൽ കുറേ മെഷീനറി ഉണ്ട്. നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. നമ്മുടെ ബ്രെയിനാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. ആസ് എ പ്രൊഫഷൻ, ആസ് എ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൈകളാണ്. അവർ ഫിസിക്കലി അവിടെ നിൽക്കണം, അത്ര നേരം നിൽക്കണം. ഒരു ഈ പറഞ്ഞ മാതിരി ഇവരുടെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും സർജറി, അല്ലെങ്കിൽ ഈവൻ നോർമൽ ഡെലിവറി പോലും എന്തുമാത്രം ടൈം കൺസ്യൂമിങ് ആണ്. ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഒരെണ്ണം അല്ലല്ലോ. അപ്പോൾ അത്രയും നേരം നിന്ന് അത്രയും എഫേർട്ടോടെ ചിലപ്പോൾ രാത്രി ഉറങ്ങാതെയും ഉണർന്നും കണ്ടിന്യൂസ് ആയിട്ട് 24-36 hours ഇവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കാൻ പോലും ചിലപ്പോൾ പറ്റാറില്ല. അപ്പോൾ ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അങ്ങ് അപ്സെറ്റ് ആവുകയാണ്. അതുപോലെ തന്നെ എപ്പോഴാണ് പിന്നെ കല്യാണം നടക്കുന്നത്? ഇത്രയും ലേറ്റായി, ഇത്രയും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ഒരാളെ കെട്ടാൻ. അപ്പം 25, 30s, 20s ചെയ്യേണ്ട കാര്യം 30s അങ്ങ് നീണ്ടുപോകുന്നു. പിന്നെ അവരുടെ തന്നെ കുട്ടികളുണ്ടാവണം, അവർക്ക് അവരെ വളർത്തണം. സോ എവറിത്തിങ് എല്ലാ കാര്യങ്ങളും അങ്ങ് ഡിലേഡായി പോവുകയാണ്. അപ്പോൾ പൈസ കിട്ടും. ആ 45-46 ആകുമ്പോൾ നിങ്ങൾ വെൽ എസ്റ്റാബ്ലിഷ് ആകും, നല്ല പൈസ കിട്ടും. അപ്പോഴും ബിസി ആയിരിക്കും. അപ്പോഴെപ്പോഴാണ് നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് ആസ് എ ലേമാൻ, അല്ലെങ്കിൽ പുറത്തൊരു പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഗ്രേറ്റ് ജോബാണ് നിങ്ങൾ ചെയ്യുന്നത്, വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പുറത്തുള്ള കൺട്രീസിൽ കുറച്ചുകൂടി ഭേദമാണ്. നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇവരുടെ ഈ ഒരു വർക്ക് ടൈം ആ ബാലൻസ് ഒന്നും ഇല്ലാത്തത്. എപ്പോൾ വിളിച്ചാലും വരണം. ഇപ്പോൾ എല്ലാ ജോലിയിലും ഉണ്ട്. പക്ഷേ ഈ ജോലിയിൽ നമ്മൾ ചെയ്യുന്ന ജോലിയും കൂടി ഇത്ര ആയതുകൊണ്ട് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. അതിനനുസരിച്ചൊരു സാലറി, നമ്മൾ ഇത്രയും സ്ട്രഗിൾ എടുക്കുന്നതിനും മാത്രം ഒരു സാലറി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന 10-42 വയസ്സിലാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഫയർ എന്ന് പറയും. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് റിട്ടയർമെൻറ്റ് ലൈക്ക് ഏർലി. അപ്പോൾ നമ്മളൊരു 10-42 വയസ്സാകുമ്പോഴാണ് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ജോലിയെല്ലാം മതിയായി, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി, ഇനി ഞാൻ എൻ്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യാൻ പോകുന്നു, ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആയിട്ട് ഒരു എൻജോയ്മെൻറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിലാണ് ഇവർ ആസ് എ ഡോക്ടർ എന്ന് പറയുന്ന അവർ ഒന്ന് ഫിനാൻഷ്യലി സെറ്റിൽ ആവുന്നത്, ഒരുമാതിരി ഒരു സെറ്റപ്പൊക്കെ ആയി നല്ല ഡോക്ടർ എന്നുള്ള പേരൊക്കെ കിട്ടുന്നത്. സോ എന്തുമാത്രം സ്ട്രഗിളാണ് അവരെടുക്കുന്നത്, അതിന് മാത്രമുള്ള പൈസയൊന്നും കിട്ടുന്നില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ. സോ അതാണ് നിങ്ങളിപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനോ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നുമല്ല, ഇതൊന്ന് കാണിക്കുക. അപ്പോൾ എന്തുമാത്രം സാക്രിഫൈസസ് ആണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ടി വരുന്നത്, അതിനെ ഒന്ന് തുറന്ന് കാണിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആസ് എ പ്രൊഫഷൻ, ആസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായി സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിതിൽ പോകണം. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ നാടിന് ആവശ്യം. കാരണം പണം നോക്കാതെ അവരുടെ ശരീരമോ മനസ്സോ അതൊന്നും അവർക്ക് പ്രശ്നമില്ലാതെ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. പേര് തന്നെ നമുക്ക് പറയാം, കേരളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഒരു സമാധാനം. നമ്മൾ സന്തോഷത്തോടെ ഹോസ്പിറ്റലിൽ പോകുന്നത് അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോഴാണ്. അത് വേണം. ബട്ട് നിങ്ങളതിന് പോകണോ വേണ്ടയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സോ ഇതാണ് ബേസിക്കലി ഞാൻ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ നോക്കട്ടെ. ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഇൻ്റർനെറ്റിലൂടെ ഫേമസ് ആയിട്ടുള്ള കുറേ ഡോക്ടേഴ്സിനെയൊക്കെ അറിയാം. അവരുടെ കാര്യമല്ല, അവർ ഭയങ്കരമായി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് സ്കൈ ഈസ് ദ ലിമിറ്റ്. അപ്പം അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ, അഥവാ നിങ്ങളുടെ ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഫേമസ് ആവാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് നമുക്കൊരു ലിമിറ്റില്ല, അൺലിമിറ്റഡ് എമൗണ്ടാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങളുടെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എടുക്കുന്ന സ്ട്രഗിളിനനുസരിച്ചുള്ളൊരു എമൗണ്ട് ഒന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ബട്ട് ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ്, ആ ഒരു സ്ട്രഗിൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടർ ആവുക തന്നെ വേണം. അല്ലാത്തവർ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യു തിങ്ക് ട്വൈസ് ബിഫോർ ഡിസൈഡിങ് ദിസ് വൺ. കാരണം അതിന് എടുക്കുന്ന എഫർട്ട്, നിങ്ങൾ 18 വയസ്സിൽ തുടങ്ങുന്നതാണ്. 18 വയസ്സിലൊന്നും അല്ല, ചില പിള്ളേർ അതിന് മുമ്പേ തന്നെ ലൈക്ക് എൻട്രൻസ് പ്രിപ്പറേഷൻ, നമ്മുടെ
MBBS എൻട്രൻസ്. സോ എൻട്രൻസ് പ്രിപ്പറേഷൻ, പിന്നെ 18 വയസ്സ് മുതൽ ഈ പഠിക്കുന്ന കാലയളവ് മുഴുവൻ എടുക്കുന്ന പഠിക്കുന്നതിൻ്റെ എഫേർട്ട്, ഇതൊന്നും പാരൻസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അവർക്കൊരു ഡോക്ടറെ കിട്ടിയാൽ മതി. അവർ ഈ കുട്ടികൾ എടുക്കുന്ന സ്ട്രഗിളോ അതല്ലെങ്കിൽ ഇതിന് ശേഷം എടുക്കുന്ന ഇത്രയും നാളത്തെ എഫേർട്ടോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്കൊരു പേര് കിട്ടിയാൽ മതി. സോ നിങ്ങൾ പാരൻസുമായിട്ടും കൂടെ ഡിസ്കസ് ചെയ്യുക, വേറെ ഫീൽഡുകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ഇതിൽ ഇത്രയും എഫേർട്ട് എടുത്ത് ഇതിന് മനസ്സിലായിട്ടുള്ളവർ. സോ ബിഫോർ ഗോയിങ് യു ബെറ്റർ റിസർച്ച്. ഇതുപോലെ നിങ്ങൾ വേറെ ഡോക്ടേഴ്സിനോട് തന്നെ നിങ്ങൾക്ക് അവരുടെ അവസ്ഥ ചോദിക്കാം, അവരെന്തുമാത്രം ബിസിയാണ്, അവരുടെ ക്വാളിറ്റി ലൈഫ്. കാരണം ഒരു സീരിയസ് ആയിട്ട് സിൻസിയറായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും പറയും അടിപൊളി ലൈഫാണ്. പക്ഷെ നമുക്കറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയസ്ലി പണം കിട്ടും, ബട്ട് ആ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് ഒരുമാതിരി പകുതിയോളം ആയിട്ടുണ്ടാകും. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവൻ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ കാണുക, അവർക്കും റിയാക്ട് ചെയ്യാം എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ ഇതുപോലെയുള്ള വേറെ വീഡിയോസുമായിട്ട് ഇനിയും വരാം. താങ്ക് യു.